അറബിക്കഥയിലെ രാജകുമാരൻ. സത്യത്തിലോ സർക്കസിലെ കോമാളി, തനി ബഫൂൺ. കുഞ്ഞനെന്താ, മനോരാജ്യത്തിൽ ആർക്കും രാജാവാകാം. മനപ്പായസത്തിൽ എത്ര പഞ്ചസാര വേണം ചേർക്കാം. പക്ഷെ യാഥാർത്ഥ്യം അല്പസ്വല്പം ജാടയും പൊങ്ങച്ചൊന്നും ഇല്ലാണ്ട് ഇക്കാലത്ത് ജീവിക്കാൻ പറ്റൂല. സിമ്പതിയുടെ പുറത്തായിരുന്നെങ്കിൽ ആ മറ്റേടത്തെ കോന്തുണ്ണി നായരുടെ മോളെ ആദ്യത്തെ ആത്മഹത്യാ ശ്രമത്തിന് തന്നെ എനിക്ക് കിട്ടണ്ടേ? എന്നിട്ട് കിട്ടിയോ? എടാ കിട്ടിയോന്ന്? നിന്റെ നാട്ടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയോ? ഉളിങ്കൊമ്മാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചാടണത്. വീട് കിട്ടിയ വിടൂല, സത്യമായിട്ടും വിടൂല ചുട്ടി. കൈ വെട്ടിമാറ്റലും ഞാൻ വിടില്ല. ഇക്കാര്യത്തിൽ ചിലരോടൊക്കെ എനിക്ക് വാശിയുണ്ട്. എന്റെ അമ്മേ, വാസോട്ടനാവോ? അയ്യോ എന്നമ്മേ. ഹായ് ലതാ. ഡിക്കി അടച്ചിട്ടില്ല. ഹലോ. സർപ്രൈസ്. എന്താ ഇവിടെ? അത് പിന്നെ ഇൻകം ടാക്സിന്റെ കുറച്ച് പേപ്പർ ശരിയാക്കാനുണ്ടായിരുന്നു. ഈ പണം ഉള്ളതാണ്, ഇല്ലാത്തതിനേക്കാൾ വലിയ ടെൻഷൻ. ഉറക്കമല്ലെന്നേ, BP, ഹൈപ്പർ ടെൻഷൻ. ഇപ്പൊ തന്നെ എന്റെ ഫേസ് വളരെയിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? BP. അമ്മ തായേ, എന്തെങ്കിലും പിച്ച തരണേ സാർ. വെച്ചോളൂ, അവസാനത്തെ സമ്പാദ്യ. ഇതാ പൊയ്ക്കോളൂ. സാർ സാർ, നീങ്ക പേർഷ്യൻ സിറ്റിസൺ? വെച്ചോളൂ. താങ്ക്സ്. കാല് പിടിക്കണ്ട. കാല് പിടിച്ചല്ല, ഇത് എടുത്തതല്ലേ. 2 ഉലുവ 100 രൂപ. പപ്പ പേഷ്യലായിരുന്നു. ഞാൻ ജനിച്ചതും വളർന്നൊക്കെ പേഷ്യലാ. അല്ല എന്താ ഇവിടെ? ചെറിയൊരു ഷോപ്പിംഗ്. കൂടുന്നോ? ഹേയ്, ഒരുപാട് ജോലിയുണ്ട്. ഒന്ന് ബാങ്കിൽ പോണം. പിന്നെ നിങ്ങൾക്ക് ഷോപ്പിംഗ് മാത്രമുള്ളോ അതോ ഇത് കഴിഞ്ഞിട്ട് വല്ല ഷോപ്പിംഗ് വേറെ? ഈ മുഖം എവിടെയോ കണ്ട് നല്ല പരിചയം. ഈ 2 ചെവികൾക്കിടയിലായിരിക്കും. നിങ്ങൾക്ക് എന്താ ജോലി? റെയിൽവേയിലാ. എന്താ? TT മറ്റാണെങ്കിൽ AC ഫസ്റ്റ് ക്ലാസ്സിലെ യാത്ര കണ്ടാണ്. ആണോ? അല്ല, ഗാഡാ. അയ്യോ, അങ്ങനെയാണെങ്കിൽ കാണാൻ വഴിയില്ല. ട്രെയിനിലല്ലാതെ ഞാൻ ട്രാക്കിൽ കൂടി സഞ്ചരിച്ചിട്ടേ ഇല്ല. നോക്കി, ഇതെന്ത് കുരിശുകളാ? ചന്ദനമരം കൊണ്ടുണ്ടാക്കിയതാണ് ഈ സഹിക്കാം. ഇത് വീഞ്ഞപ്പള കൊണ്ടുണ്ടാക്കിയ കുരിശുകളാ. ഏതായാലും ഞാൻ പോവാ. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ ചില പൊല്ലാപ്പകൾ ഉണ്ടാവും. നിങ്ങളില്ലേ? ഹലോ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അയ്യോ, മറന്നു. ഇപ്പൊ കൂടി മനസ്സിലുണ്ടായിരുന്നു. ഇന്നലെ പറയണമെന്ന് കരുതിയതാ. ഇന്ന് കാലത്തും കൂടി ഓർത്തതാ. എന്താ അത്? ഇനി ഓർമ്മ വന്നാൽ ഒരു തുണ്ട് പേപ്പറിൽ അപ്പ തന്നെ കുറിച്ചിട്ടാ മതി. യെസ്. ഒരു കാര്യം ചെയ്തേ, ഒരു പേപ്പർ തുണ്ടും ഒരു പെണ്ണും ഇങ്ങോട്ട് തന്നെ. കൈ കരുതി വെച്ചാ പെട്ടെന്ന് ഓർമ്മ വരുമ്പോ എഴുതാലോ. എന്താ അത്? ആ, കിട്ടി. ഓർമ്മയിൽ വന്നു. ഇതാ, ഇത് തന്നെ. പോട്ടെ. കുന്തു, I love you. കുന്തു, I love you. അയ്യോ. സ്വർണ്ണപ്പല്ലും സ്വർണ്ണ താലിയായിട്ട് വരണുണ്ടത്രേ. എന്റെ ഇഷ്ടം ചോദിക്കാതെ എല്ലാം അച്ഛൻ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുക. ദേ, ബാഗ് എപ്പോഴും റെഡിയാ. എപ്പോ വിളിച്ചാലും ഞാൻ ഇറങ്ങി വരാം. വിളിക്കാം. എന്താ ഇപ്പൊ ഒരു ധൈര്യം ഇല്ലാത്ത പോലെ? അല്ല, പെട്ടെന്ന് ഇങ്ങനെ എടുത്തു ചാടണോ? അല്ലെങ്കിൽ എനിക്കറിയാം ഒടുവിൽ എന്നെ ചതിക്കുന്ന്. ദേ, മൂകാംബികമ്പയെ സാക്ഷിയായിട്ട് പറയാ, ഇയാൾ എന്റെ കഴുത്തി കെട്ടിയില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ഉത്തരത്തിൽ കെട്ടും. പറഞ്ഞേക്കാം. എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? എല്ലാത്തിനും സമയവും സാവകാശവും ഇല്ലേ? ആ ഗൾഫുകാരൻ എത്തിയാലല്ലേ പ്രശ്നം. അപ്പൊ നമുക്കൊരു വഴി കാണാം. ബാഗും കരുതി കാത്തു നിന്നോളൂ. സത്യമായിട്ട് ഞാൻ വിളിക്കും. എന്റെ കുറുമ്പി പൂച്ചേ, ഒരു കഷണം ചിരി ഈ ചുണ്ടത്തൊന്ന് എടുത്തു വെക്കോ? ഒന്ന് കാണാനാ. ഈ കള്ളക്കാക്ക അതെങ്ങനെ കൊത്തിക്കൊണ്ട് പോയാലോ? അയ്യോ.
ഉം. ഇപ്പോഴാ മനസ്സ് തുറന്നൊന്ന് ചിരിച്ചത്. ദന്തം പോയ ചന്തം പോയെന്ന സ്വർണ്ണദന്തം കൂടി ആയപ്പോ കോന്തനുമാൻ ക്ലീൻ. ഇപ്പൊ ചെത്ത് പയ്യനായി. ഗൾഫിൽ നിന്നും കോന്തനുമാൻ ഓർക്കുമ്പോ പണ്ട് സ്കൂളിൽ പഠിച്ചൊരു പദ്യം എനിക്ക് ഓർമ്മ വരുക. പാണ്ഡൻ നായുടെ പല്ലും ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നു. സോറി, കേട്ടറിയുന്നു. നമ്മുടെ കാര്യസ്ഥൻ കേളുവിന്റെ മോളാ. ഓഹോ, എങ്ങനെ ഇട്ടടി ഈ സ്വർണ്ണപ്പല്ല്? കൊള്ളാം. മുഴുവനും സ്വർണ്ണത്തെ കെട്ടാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ ഫ്രണ്ട്സുകൾ എതിർത്തു. ഈ പല്ലും എല്ലും ഇല്ലാതായാൽ ജീവിതം പുല്ലിന് തുല്യാന്നാ ചൊല്ലി. ശരിയാ, പല്ലുള്ളപ്പോഴല്ലേ ചവയ്ക്കാൻ പറ്റുള്ളൂ. ചിരിക്കാനും. ഹലോ. ഓ, കോളേജുമായി വന്നല്ലോ. ഉണ്ണിക്കുട്ടൻ വരും, ഇന്ന് കോളേജിൽ പോകരുത് എന്ന് ഞാൻ ഇവളോട് പറഞ്ഞിരുന്ന. പരീക്ഷ ഓ, എടുത്തിരിക്കുക. ഒരു പരീക്ഷക്കാരി. ഇനി ഇവള് പരീക്ഷ എഴുതിയിട്ട് വേണം ഈ കുടുംബം കഴിയാൻ. ഏയ് പ്ലീസ്. ഇപ്പൊ എടുക്കണ്ട. ഇളയവളായതോട് കുറെ ലാളിച്ചു പോയി. ധിക്കാരിയാ. ധിക്കാരികളെ എനിക്കിഷ്ടം. അല്പം നിഷേധവും തെമാടത്തരവും ഉണ്ടെങ്കിലേ ജീവിത രസം ഉണ്ടാവുള്ളൂ. എന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചത്? ആ, ഒക്കെ നിനക്കുള്ളതാ. ഗൾഫിലെ ഏറ്റവും വില കൂടിയ ഐറ്റംസ്. ലുക്ക്, എനിക്കിഷ്ടപ്പെട്ട പെർഫ്യൂംസ്, എനിക്കിഷ്ടപ്പെട്ട കളർ ഡ്രസ്സസ്, ഞാൻ കേൾക്കാറുള്ള ഓഡിയോ കേസറ്റ്സ്, ഞാൻ കാണാറുള്ള വീഡിയോ കേസറ്റ്സ് ഒക്കെ എനിക്ക് വേണ്ടിയാ. ആ, സ്ലിം ബ്യൂട്ടിയാണ് എനിക്കിഷ്ടം. കഴിഞ്ഞ തവണ കണ്ടതിനേക്കാളും ചേർത്തു. ഭക്ഷണം നിയന്ത്രിക്കണം. ഇനി പവാടിയും ബ്ലൗസും വേണ്ട, സാരി ഉടുത്താൽ മതി. എങ്കിലേ മെച്യൂരിറ്റി ഫീൽ ചെയ്യുള്ളൂ. ആ, പിന്നെ ഇനി കോളേജിൽ പോവണ്ട. ഇതൊക്കെ പറയാ ഇയാളാരാ? അമ്മ പറയാറുണ്ട്, അനുസരണയും ഓമനത്തോ ഉള്ള മുഖമായി തല കുനിച്ചു നിന്നാലേ നല്ല പെണ്ണാവുള്ളെന്ന്. അങ്ങനെ ഇപ്പൊ തല കുനിച്ച് ഒരു നല്ല പെണ്ണായി നിൽക്കാൻ എനിക്ക് വയ്യ. ആരാത്? ഓ, അമ്മാവനായിരുന്നു. ഓ, നായര് വന്നല്ലോ. വരണ്ടേ? എടോ നായരെ, ഓ. ഉണ്ണിക്കുട്ടൻ വരുന്നു എന്ന് അറിഞ്ഞിട്ടും താൻ പാറാവിന് പോയി അല്ലേ? ആലവട്ടവും വെഞ്ചാമരവും ഒന്നും കണ്ടില്ല. പിന്നെന്തിനാ ഒരു ആനക്കാരൻ മാത്രം ഇവിടെ? കണ്ടോ ഇത്? എന്താ അത്? ഈ പല്ല് ഓ, സ്വർണ്ണത്തിൽ കെട്ടിയതാ. പല്ല് തേക്കാണ്ട് കിടന്ന് അങ്ങനെ പലതും കെട്ടിക്കേണ്ടി വരും. എന്താ പറഞ്ഞേ? അല്ല, താഴത്തത് കൂടി സ്വർണം കെട്ടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയായിരുന്നു. ആ, കെട്ടിപ്പിക്കാം കെട്ടിപ്പിക്കാം. ഓ, ലേറ്റ് ആക്കണ്ട. കുരുത്തുള്ള മരുമക്കളുണ്ടെങ്കിലേ കാർന്നോർക്കും കൂടുള്ളൂ. നന്നായിട്ടുണ്ട്. ആ മനുഷ്യന്റെ ശരീരത്തിൽ നിഷ്കളങ്കത്വം തോന്നിച്ചിരുന്ന ഏക സാധനം കൊച്ചുകുട്ടികളെപ്പോലെ പല്ലില്ലാത്ത മോണ കാട്ടിയുള്ള ആ ചിരി മാത്രമായിരുന്നു. അതിലും താൻ കൃത്രിമം കെട്ടിച്ചു അല്ലേ? ഉണ്ണിക്കുട്ടൻ ഓർമ്മയുണ്ടോ ഇവന്റെ അമ്മ ദേവകിയെ? ഇല്ല. ഉണ്ടാവാൻ വഴിയില്ല. നിന്റെ അമ്മയുടെ മൂത്തതാവള്. നിനക്ക് 3 വയസ്സുള്ളപ്പോഴാ അവള് മരിച്ചത്. ക്ഷയം പിടിച്ച് ചാവുമ്പോ അവൾക്ക് കൊടുത്ത വാക്കാ ഇവൻ ഈ തറവാട്ടി കയറിയത്. കുറെ കാലമായിട്ട് ഞാനത് കേൾക്കണ്ടല്ലോ. മരിച്ചവരുടെ കാര്യമൊക്കെ ഇപ്പൊ എന്തിനാ ഇവിടെ വിളമ്പണേ? നഷ്ടം പറ്റിയ കച്ചവടം എന്നെ പറയാതിരിക്കാൻ പറ്റോടോ? എന്നാ ഒരു മൈക്ക് വാങ്ങിച്ചു തരാം. അല്ല, ഈ കാക്കി എടുത്ത് തലയിൽ തൊപ്പിയും വെച്ച് പോയ ഇപ്പൊ എന്ത് കിട്ടും? എങ്ങനെ നിങ്ങളുടെ സാലറി ഒക്കെ? സ്വന്തം ശമ്പളം ഒറ്റയ്ക്ക് എണ്ണുന്നതാ എനിക്കിഷ്ടം. കൂടെ ആരെയും കൂട്ടാറില്ല. ഒന്നും തോന്നരുത്. പല്ലും നാക്കും സ്വർണം കെട്ടാൻ പറ്റിയില്ലെങ്കിലും കെട്ടുതാലി പണയം വയ്ക്കേണ്ടി വരില്ല. അത് ഗ്യാരണ്ടി ഉണ്ട്. ആരാന്റെ നാട്ടിൽ പാദവൃത്തി ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് അഭിമാനം തോന്നുന്നത് സ്വന്തം നാട്ടിൽ ഇങ്ങനെ പാറാവുകാരനായി കഴിയുന്നതില്. അലറണ്ട, പല്ലൂര് തെറിക്കും. ഇവനെ ധിക്കരിക്കാൻ തുടങ്ങിയിരിക്കണു. വാസുവേട്ടൻ എന്താ? വാസുവേട്ടൻ ഇവിടെ പുറത്തു പോയിരിക്കേ? ഒന്ന് കാണണമായിരുന്നു. എപ്പോഴാ വരിക? ഒന്നും പറയാൻ പറ്റില്ല. കുറച്ചു ദിവസമായി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് വാസേട്ടനുള്ളത്. ഏറ്റ കാര്യം എന്തോ നടന്നില്ലെന്ന് എന്തൊക്കെയോ പറയണ കേട്ടു. എന്താ? കൊണ്ടുപോകുന്നതിന് മുമ്പേ കണ്ടേ പറ്റുള്ളൂ. വാസുവേട്ടനെ കണ്ടേ ഞാൻ പോവുള്ളൂ. എങ്കിലൊരു കാര്യം ചെയ്യൂ, അങ്ങോട്ട് ഇരുന്നോളൂ. എന്നെ കൊല്ലരുത്.
നായപ്പ വന്നിരിക്കുന്നു. അല്ല, പിന്നെന്താണ്? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. കോറത്തു. അയ്യോ, കൊല്ലാനെ വിളിക്കരുത്. ആ, നീ ആരാ? വാസുട്ടാ, ആ. ഞാൻ മരിച്ചുപോയ എന്താ നീ മരിച്ചോ? അല്ല, മരിച്ചുപോയ അനന്തൻ നായരുടെ മകൻ കുഞ്ഞനന്തൻ. ഇപ്പൊ ഓർമ്മയില്ലേ? ഓർമ്മയില്ല. ചേട്ടാ, എന്നെ കൊല്ലാൻ വേണ്ടി ഞാനൊരു 5000 രൂപയും പിന്നെ ഒരു ഹാഫ് ബോട്ടിൽ റമ്മും കൊണ്ടുവന്ന കുഞ്ഞൻ. റമ്മ? ഏത് ബ്രാൻഡ്? ഓൾഡ് മങ്ക് 3X റം. എന്നിട്ട് ഇതുവരെ കൊന്നില്ലേ? ആ. ശ്ശോ. എന്നാ ശരി. കത്തിയെടുക്കല്ലേ? ഇവനോടെ പോയി? എടാ കൊച്ചേ, എവിടെടാ? ഇവനെവിടെ പോയി? എടാ, നിന്നെ കൊല്ലില്ല, സത്യമായിട്ട് കൊല്ലില്ല. എവിടെ ഒളിച്ചിരിക്കുന്നു? ചെറുക്കി വാ. എന്നെ കൊല്ലരുത്. കൊല്ലില്ലടാ, നീ വാ. സത്യം? ആ സത്യം. സത്യമാണ് വാസുട്ടാ. ഇല്ലടാ, നിന്റെ ഞാൻ കൊല്ലില്ല. അന്നേ എനിക്കറിയാമായിരുന്നു ഈ ഒരു അവസ്ഥയിൽ തന്നെ നീ ഇവിടെ തിരിച്ചെത്തുന്നു. എടോ, ജീവിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് മരിക്കുന്നതെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമായില്ലേ? ഒക്കെ ഒരു തമാശ പോലെയാ. പിറന്നു വീഴുമ്പോൾ നമ്മൾ കരയുന്നു, മരിച്ചാൽ മറ്റാരൊക്കെയോ. അത്ര ഉള്ളതിന്റെ ഒക്കെ രഹസ്യം. പ്രായത്തിന്റെ ചാബല്യം. അതുകൊണ്ട് പിന്നെ ഉപദേശിച്ചിട്ടും കാര്യമില്ലെന്ന് അന്ന് എനിക്ക് തോന്നി. 7 അത്ഭുതങ്ങളാണ് ലോകത്തിലുള്ളത്. പക്ഷേ 8ാമതൊരു അത്ഭുതം കൂടിയുണ്ട്. എന്താണെന്നറിയോ? സർക്കസ് കളിച്ചും മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത്. ബോംബെയിൽ പോയി തിരിച്ചു വന്നപ്പോൾ വെറുതെ ഒരു ഹരത്തിന് വേണ്ടി 2 പേരെ തട്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞിരുന്നു. ജീവിക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷേ അറിഞ്ഞുകൊണ്ട് എറുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ല. സത്യം? പിന്നെ നിന്റെ കയ്യിൽ നിന്ന് പറ്റിയ 5000 രൂപ ഞാൻ തരാം. ഇപ്പോഴില്ല. വേണ്ട വാസുട്ടാ, വേണ്ട. 5000 അല്ല, 5 ലക്ഷം അല്ല, 50 കോടിയല്ല, അതിനും അപ്പുറം എത്ര അക്കങ്ങളുണ്ടോ അതൊന്നുമല്ല. അതില് മേലെയാണ് എന്റെ ജീവന്റെ വിലയെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യായി. സന്തോഷപൂർവ്വം ഇനി ഞാൻ പോയി ജീവിച്ചോട്ടെ വാസുട്ടാ. നീ ധൈര്യമായിട്ട് വയ്ക്കോ. നീ മിടുക്കനാണ്, നീ നന്നാവും. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. വയ്ക്കോ. ഉഗ്രൻ. കൊള്ളാലോ കൊള്ളാലോ. കൊള്ളാലോ. അതിലും ബെസ്റ്റ് കാലക്കിട്ടുണ്ട്. കൊച്ചു കള്ള, ഇതൊക്കെ എങ്ങനെ എടുത്തു? ഒക്കെ ഒളിഞ്ഞെടുത്തതാ. അറിയാതിരിക്കുന്ന ഫോട്ടോസിന് സ്വാഭാവികത കൂടും. ഇത് കണ്ടോ, വെരി നേച്ചുറൽ, കളർഫുൾ. ലുക്ക് ഫെന്റാസ്റ്റിക്. പക്ഷെ ബാക്ക് ലൈറ്റ് അല്പം കമ്മി, ഇത് ക്ലാരിറ്റി അല്പം കമ്മി. നിമിഷേക്കാ, വാട്ട് സൂപ്പർ പോസ്. വേണ്ട. ഗൾഫിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, കാസർഗോഡുകാരൻ അബ്ദുൽ സലാം. അവൻ പറയാറുണ്ട്, സ്വന്തം ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, ശാഠ്യം, വാശി, താല്പര്യങ്ങൾ ഇതെല്ലാം കൂട്ടിക്കൊഴിച്ചൊരു കോട്ടയുണ്ടാക്കി അതിൽ രാജാവായി കഴിയുന്നവനാണ് ഞാൻ. ശരിയാണ്. എന്റെ രാജ്യത്ത് ഞാൻ കൽപ്പിക്കുന്ന നിയമങ്ങളേ ഉള്ളൂ. എന്നെ അനുസരിക്കുന്നവരെ പാടുള്ളൂ. കൊക്കിട്ടുരുമ്മി ചിറകുകൾ ചികഞ്ഞ് പ്രേമസല്ലാപം നടത്തിയ 2 എണ്ണക്കുരുവികൾ. അതിലൊന്നിനെ അമ്പെയ്ത് കൊന്നു. വേണ്ട, വാൽമീകത്തിലേക്ക് നമുക്ക് പോവണ്ട. വളരെ പ്രാക്ടിക്കലായി പറയാം. ഒന്നിച്ചുള്ള കിളിയോട് പറന്നുപോയിക്കൊള്ളാൻ പറഞ്ഞോളൂ. മാനുഷാത കേട്ടിട്ടില്ലേ? അരുതേ കാട്ടാള, അരുത്. എന്നെ കാട്ടാളാക്കരുത്. എനിക്ക് അയാളെ ഇഷ്ടമല്ല. എനിക്ക് കല്യാണം വേണ്ട. നീ അത് പോ. ആണുങ്ങൾ പറയുന്ന അനുസരിച്ച് ശീലമായി തരാനുള്ളൂ. അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ഇത് കണ്ടോ, പേപ്പട്ടി തള്ള പോലെ തല്ലിക്കൊല്ലിക്കാൻ. തല്ലിക്കൊല്ലാനൊക്കെ വരട്ടെ. ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് എന്തിനാ അവളെ നിർബന്ധിക്കുന്നേ? പോലീസേമാനികടി എത്തിയോ? ആ, എത്തി. എടോ നായരെ, ഇഷ്ടമുണ്ടായിട്ടായിരുന്നോ ഇവള് നിന്നെ കെട്ടിയത്? ആയിരുന്നോ? അതുപോലെ ഇഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചാ മതി. ഈ തറവാട്ടിൽ ഞാൻ തീരുമാനിക്കുന്നത് നടക്കൂ. ഈ തറവാടിത്തം എന്ന് പറയുന്നത് ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടേ കിട്ടൂ. ഓഹോ, അപ്പൊ തറവാടിത്തം നീ എന്നെ പഠിപ്പിക്കാനോ? അതെ,
കൽപ്പിക്കുന്ന ഈ തമ്പുരാന്റെ മുന്നിൽ പാറാവുകാരനായി കഴിയുന്നവനാ ഞാൻ. പൊന്നും പണവും ഒന്നുമില്ല, വെറും ഈ കാക്കി വേഷം മാത്രം. എങ്കിലും മനസാക്ഷിയുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ ഹൃദയം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നന്നായാൽ എല്ലാം നന്നായി, അത് നശിച്ചാൽ എല്ലാം നശിച്ചു. ആ ഹൃദയമേ ഇല്ലാത്തവനായിപ്പോയി നിങ്ങളുടെ ഈ അച്ഛൻ. അലറണ്ട, ഈ അലർച്ച ഞാൻ കുറെ കേട്ടതാ. സ്നേഹിക്കുന്നവരുടെ ഹൃദയം പറിച്ചറിയാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു മനുഷ്യ? പൊന്നുകെട്ടിയ പല്ലും തുന്നിക്കെട്ടിയ ഹൃദയവുമായി ദുഷ്ടനെ പോലെ ഇങ്ങനെ വടിയും കുത്തി ജീവിച്ചിട്ട് എന്താ കാര്യം? ഇതുവരെ ഞാൻ ബഹുമാനിച്ചു, അനുസരിച്ചു. അത് പാപ്പരത്തം കൊണ്ടായിരുന്നില്ല, എന്റെ വ്യക്തിത്വം കൊണ്ടായിരുന്നു. അറിയോ അരവിന്ദേട്ടാ, മതി. എന്ത് മതിയാക്കാൻ? എന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. കുറെ കാലമായിട്ട് ഞാൻ സഹിക്കുക. നീ ധൈര്യമായിട്ടിരിക്കുക. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം ഇവിടെ നടക്കില്ല. വാ.